നമസ്കാരം. നാം ഏവരും ജൂലൈ മാസത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ജ്യോതിഷപരമായി നോക്കുകയാണ് എങ്കിൽ ഈ ആഴ്ചയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ചില വൃദ്ധദിനങ്ങളും ഗ്രഹചലനങ്ങളുമെല്ലാം ഈ ആഴ്ച സംഭവിക്കുന്നുമുണ്ട്. അതിനാൽ തന്നെ ചില രാശിക്കാർക്ക് ഈ സമയം അനുകൂലമായ ഫലങ്ങൾ, പ്രത്യേകിച്ചും സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ, അഥവാ ഏതെല്ലാം രാശിക്കാർക്കാണ് ഇത്തരത്തിൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്ന് ഭവിക്കാൻ പോകുന്നത് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടം രാശിക്കാർക്ക് പൊതുവെ ഈ സമയം വളരെ തൃപ്തികരമായിരിക്കും എന്ന് പറയാം. സാമ്പത്തികപരമായ കാര്യങ്ങൾ നോക്കുമ്പോൾ അല്പം നേട്ടങ്ങൾ, ഉയർച്ചയ്ക്കുള്ള സാധ്യതകൾ അല്പം കൂടുതൽ തന്നെയാകുന്നു. ബിസിനസ് പരമായ നേട്ടങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം സാമ്പത്തിക അവസ്ഥയിൽ അല്പം പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്കും ധനപരമായ നേട്ടങ്ങളും, അഥവാ ഭാവിയിൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ, സാധ്യതകൾ സൃഷ്ടിക്കുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങളിൽ നിക്ഷേപിക്കുവാനോ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാനോ സാഹചര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം പല രീതിയിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരാം. ബിസിനസ് പരമായ നേട്ടങ്ങളും ലോട്ടറി ഭാഗ്യവും അല്ലെങ്കിൽ നറുക്കെടുപ്പിലൂടെ വിജയങ്ങളും ഇവരെ തേടി എത്തുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വളരെയധികം ധനം കൈകളിലേക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ ഈ സമയം ഇവർക്ക് പൊതുവെ ധനപരമായ ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ സമയം തന്നെയാകുന്നു. സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. അതിനാൽ തന്നെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുവാനും ചില തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാനും സാധിക്കുന്നതായ അവസരം എന്ന പ്രത്യേകതയുണ്ട്. ശരിയായ രീതിയിൽ ചിന്തിച്ച് തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോവുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കർക്കിടകം രാശിയാണ്. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ, ധനപരമായ ഉയർച്ച എന്നിവ വന്നു ചേരും. നിക്ഷേപങ്ങൾ നടത്തുവാനും നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് ലാഭം ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ബിസിനസ് പരമായ നേട്ടങ്ങൾ വന്നു ചേരാം. കൂടുതൽ ബിസിനസ് അവസരങ്ങൾ വന്നു ചേരാം. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. കൂടാതെ സാമ്പത്തികപരമായ ലാഭവും പ്രതീക്ഷിക്കാവുന്നതുമാണ്. അനാവശ്യ ചെലവുകളിൽ നിന്നും അകന്നു നിൽക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ആ കാര്യം പ്രത്യേകം ഓർക്കുക. അല്ലാത്ത പക്ഷം നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം പ്രധാനമായും ലോട്ടറി ഭാഗ്യം, അല്ലെങ്കിൽ നറുക്കെടുപ്പിലൂടെ വിജയം, അല്ലെങ്കിൽ പല രീതികളിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. നൽകിയ ധനം, അഥവാ കൈവായ്പയായി നൽകിയ ധനം പോലും തിരികെ ലഭിക്കാം. വായ്പ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അത്തരത്തിലും ധനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അതിനാൽ പൊതുവെ നോക്കുകയാണ് എങ്കിൽ ധനപരമായ നേട്ടങ്ങൾ, മാനസികപരമായ സന്തോഷം എന്നിവ ജീവിതത്തിലേക്ക് കടന്നു വരും. എന്നാൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോയില്ല എങ്കിൽ, എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളുകയാണ് എങ്കിൽ പല രീതിയിലുള്ള നഷ്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായ ചില ലാഭങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് എന്ന് പറയാം. ധനപരമായ ചില നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരും. ജോലിയുമായി ബന്ധപ്പെട്ട് ചില ഓഫറുകൾ ലഭിക്കുക, ജോലി മാറുക, ജോലി ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ, അത് ആഗ്രഹിച്ച ജോലി തന്നെ ആകണം എന്നില്ല, അത്തരത്തിൽ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. പല കാര്യങ്ങളിലും ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുവാനും പല വിജയങ്ങൾ നേടുവാനും കാര്യങ്ങൾ അനുകൂലമാക്കുവാനും സാധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. കൂടാതെ പല വ്യക്തികളിൽ നിന്നും സാമ്പത്തികപരമായ സഹായങ്ങൾ ലഭിക്കുകയോ അത്തരത്തിൽ ധനം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ് എന്ന പ്രത്യേകതയുണ്ട്. ബിസിനസ് പരമായ ഉയർച്ചകൾ വന്നു ചേരാം. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുന്നതിനോടൊപ്പം പല ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുകയോ, പല വ്യക്തികളുമായി ബന്ധപ്പെട്ട്, അത് സുഹൃത്തുക്കൾ, വേണ്ടപ്പെട്ടവർ, അവരുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ സമയമാകുന്നു.
എന്നാൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോയില്ല. പല വ്യക്തികളെയും കണ്ണടച്ച് വിശ്വസിക്കുന്നതിലൂടെയും എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിലൂടെയും അമിതമായ ദേഷ്യം നിയന്ത്രിക്കാൻ സാധിക്കാത്തതിനാലും പലവിധ പ്രശ്നങ്ങൾ വന്നു ചേരാം. നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ധനപരമായ നേട്ടങ്ങൾ ലഭിക്കാത്തതായ അവസ്ഥ പോലും വന്നു ചേരുന്നതിന് സാഹചര്യം കൂടുതലാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. എന്നാൽ ഈ സമയം ധനപരമായ നേട്ടങ്ങളും ആരോഗ്യപരമായ കാര്യങ്ങളിൽ അല്പം ഉയർച്ചയും അഥവാ രോഗങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് വൃശ്ചികം രാശിയാകുന്നു. വൃശ്ചികം രാശിക്കാർക്ക് ഈ സമയം അനുകൂലമായ ഫലങ്ങൾ, സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ, പ്രത്യേകിച്ചും പിന്തുണ ലഭിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. ജോലിയുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ഈ ആഴ്ച സാമ്പത്തികപരമായ നേട്ടങ്ങൾ, ഉയർച്ച ജീവിതത്തിലേക്ക് കടന്നു വരും. പുതിയ വരുമാന സ്രോതസ്സുകൾ സൃഷ്ടിക്കപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം പങ്കാളിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ, പൂർണ്ണമായ പിന്തുണ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാവുന്ന ചില കാര്യങ്ങൾ ചെയ്യുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ധനപരമായ ഉയർച്ച വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. പ്രത്യേകിച്ചും ലോട്ടറിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഭാഗ്യക്കുറി, മറ്റ് നറുക്കെടുപ്പുകൾ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ വന്ന് ഭവിച്ചു എന്ന് വരാം. വായ്പകൾ തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. കൊടുത്തിരിക്കുന്നതായ കൈവായ്പകൾ തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാകുന്നു. ഇത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവിൽ കാര്യങ്ങൾ അനുകൂലമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ധനപരമായ ചില നേട്ടങ്ങൾ വന്നു ചേരാവുന്ന ദിവസങ്ങളാകുന്നു. പല ജോലികളും പുനരാരംഭിക്കുവാനും നേട്ടങ്ങൾ കൊയ്യുവാനും സാധിച്ചു എന്ന് വരാം. സാമ്പത്തികപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാത്തതായ കാര്യങ്ങളിൽ നിന്ന് പോലും ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ അനാവശ്യ ചെലവുകളുമായി ബന്ധപ്പെട്ട് ധനപരമായ നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം ചെലവുകൾ തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോവുക അഥവാ അകന്ന് നിൽക്കുന്നതാണ് ശുഭകരം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ കാര്യങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ, യാത്രകൾ എന്നിവയ്ക്ക് സാധ്യതകളുണ്ട്. സാമ്പത്തികപരമായ ചില സഹായങ്ങൾ പ്രതീക്ഷിക്കുന്നിടത്തു നിന്നും ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം സാമ്പത്തികപരമായ ചില കാര്യങ്ങളിൽ ഉയർച്ച പ്രതീക്ഷിക്കാവുന്നതായ സമയമാകുന്നു. ധനപരമായ നേട്ടങ്ങൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ടും വന്നു ചേരാം. ചെറുകിട കച്ചവടവുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. കൂടാതെ ഈ സമയം തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടും കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടും ഉയർച്ച, അല്പം ആശ്വാസം അല്ലെങ്കിൽ ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. പല വ്യക്തികളിൽ നിന്നും പിന്തുണ ലഭിക്കുന്നതാണ്. വേണ്ടപ്പെട്ടവരിൽ നിന്നും സന്തോഷകരമായ ചില നിമിഷങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. പങ്കാളിയിൽ നിന്നും പിന്തുണ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഈ സമയം പ്രധാനമായും ധനപരമായ നേട്ടങ്ങൾ ലോട്ടറിയുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ടും അല്ലാതെയും വന്നു ചേരാം. അത്തരത്തിൽ ധനപരമായ ചില നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാവുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. മറ്റൊരു വ്യക്തിയെ പൂർണ്ണമായും വിശ്വസിച്ച് കാര്യങ്ങൾ ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു. സ്വയം ബോധ്യപ്പെട്ടതിന് ശേഷം ചെയ്യുക. അതല്ല എങ്കിൽ പല കാര്യങ്ങളും നഷ്ടത്തിൽ കലാശിക്കാം. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മീനം രാശിയാകുന്നു. ശുഭകരമാണ് സമയം. പല രീതിയിലുള്ള കാര്യങ്ങളിലൂടെയും ധനപരമായ നേട്ടങ്ങൾ, പല കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സമയം. സാമ്പത്തികപരമായ ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. വളരെ കാലമായി ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ നേടിയെടുക്കുകയോ ജോലിയുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ നേടുകയോ ചെയ്യാം. ലാഭം അല്പം വർദ്ധിക്കുന്നതായ സമയം. കൂടാതെ ഭൗതികമായ സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നു. ഈ സമയം ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ, അത് കെട്ടിടമോ വാഹനമോ അത്തരത്തിൽ ആഗ്രഹിക്കുന്ന വലുതോ ചെറുതോ ആയ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയം. കൂടാതെ ഈ സമയം ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ പ്രശ്നങ്ങളെ
ഒരു പരിധി വരെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയം. ഇത്തരത്തിൽ പൊതുവിൽ അനുകൂലമാണ് നിങ്ങൾക്ക് സമയം. കൂടാതെ ലോട്ടറി, ചിട്ടി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. ഇത്തരത്തിൽ ധനപരമായ ഉയർച്ചകൾ, നേട്ടങ്ങൾ, സൗഭാഗ്യങ്ങൾ വന്ന് ചേരുവാൻ സാധ്യതയുള്ള സമയമാകുന്നു. എന്നാൽ ചെലവുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. തന്മൂലം ധനനഷ്ടം സംഭവിക്കാം. അത് മുൻകൂട്ടി കണ്ട് പല കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് നിൽക്കുന്നതാണ് ശുഭകരം എന്ന കാര്യവും മനസ്സിലാക്കുക. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക.